CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്നും നന്ദകുമാർ ആരോപിച്ചു. അനിലിനെതിരെ പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വ്യക്തമാക്കി. ആരോപണങ്ങൾക്ക് പിന്നിൽ PJ കുര്യന്റെ ഗൂഢാലോചനയെന്ന് അനിൽ കെ ആന്റണി തിരിച്ചടിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് TG നന്ദകുമാർ ഉന്നയിച്ചത്. ഡൽഹിയിലെ സൂപ്പർ ദല്ലാളാണ് അനിൽ. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയ കാര്യം PJ കുര്യനും ഉമാ തോമസിനും അറിയാം. PJ കുര്യനും PT തോമസും ഇടപെട്ടാണ് 5 തവണയായി പണം തിരികെ ലഭിച്ചതെന്നും നന്ദകുമാർ. എന്ന മകൻ അനിൽ ആന്റണി എന്റെ ഇന്ന് CBI ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്. എന്റെ പണം തന്നില്ല, ഞാൻ CBIയുടെ അടുത്ത് പരാതി കൊടുക്കും. ഞാനും പ്രതിയാവും, എന്നെ റിമാൻഡ് ചെയ്യും. ഞാൻ റെഡി. പ്രസിഡന്റിനെ ഉപദ്രവിക്കരുതെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാ വിളിക്കുന്നു പറഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ച് അനിൽ പറഞ്ഞ ഞാൻ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും. പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് PJ കുര്യൻ. ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അനിൽ ആന്റണിയോടാണോ പറഞ്ഞത്, ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം. K കരുണാകരനെയും AK ആന്റണിയെയും ചതിച്ച PJ കുര്യൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. പണ്ട് ശ്രീ K കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അനിൽ ആന്റണിയും AK ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഉമാ തോമസ് പ്രതികരിച്ചു. പറയുന്നതിലും വാസ്തവമൊന്നുമില്ല. അനിൽ ആന്റണിക്ക് പിന്നാലെ BJP വനിതാ നേതാവിനെതിരെയും നന്ദകുമാർ ആരോപണം ഉന്നയിച്ചു. കേരളത്തിൽ നിന്നുള്ള സൂപ്പർ ടെറർ നേതാവ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. BJP ഒരു സ്ഥാനാർത്ഥിയുടെ സൂപ്പർ ടെറർ എന്റെ ഇന്ന് ഭൂമി തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ മേടിച്ചിട്ട് ഞാൻ ആ ഭൂമിക്ക് ചെന്നപ്പോൾ വേറെ 2 പേർക്ക് കൂടി കരാർ എഴുതി പണം മേടിച്ചേക്കാണ്. എന്റെ പണം തരാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വെട്ടി തുറന്നു പറയും, എനിക്കൊരു മടിയില്ല. തന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന അനിൽ ആന്റണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നന്ദകുമാർ വ്യക്തമാക്കി. 24 കൊച്ചി.